മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ്. അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ തിന്മകളിലേക്ക് മനസ്സ് വേഗം ചായാനും നന്മകളിലേക്ക് മനസ്സ് വിമുഖത കാണിക്കാനുമുള്ള ഒരു ശൈലിയാണ് പൊതുവെ. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ എന്നാണല്ലോ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. തിന്മകളിലേക്ക് പെട്ടെന്ന് ആകൃഷ്ടരാവുകയും നന്മയിലേക്ക് ഒരു വിമുഖത ഉണ്ടാവുകയും ചെയ്യുന്ന രീതി മനുഷ്യന് പൊതുവെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, സ്വർഗത്തിനെ വലയം ചെയ്തിരിക്കുന്നത് നമുക്ക് മടുപ്പുണ്ടാക്കുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കൊണ്ടാണെന്നാണ് തിരുനൂഹർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശന്നിരിക്കണം നോമ്പിന്, തറാവീഹിന് 1 മണിക്കൂറോളം ആരാധന നിർവഹിക്കണം. ഇതൊക്കെ പൊതുവെ മനുഷ്യന്റെ ശരീര പ്രകൃതിക്ക് മകാരിഹികളായ ആ കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗത്തിനെ വലയം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിന്റെ വേലി പൊളിച്ച് അകത്ത് കടക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങളെ പൊട്ടിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളെ നമ്മുടെ ശരീരം മടി കാണിക്കുന്നെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് അമലുകൾ ചെയ്ത് മുന്നേറിയാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന് ചുരുക്കം. എന്നാൽ നരകത്തിന്റെ കാര്യം എന്താണ്? ഒന്നും ചെയ്യണ്ട, നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ദേഹേച്ഛകളാണ് നരകത്തിന്റെ വേലി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് താന്തോന്നികളായി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്ക് എത്താൻ ഒരു പണിയുമില്ല. അപ്പൊ സ്വർഗം നേടിയെടുക്കൽ ഒരു പ്രയത്നമാണ്. അത് വളരെയധികം ശ്രമകരമായ ദൗത്യമാണ്. അള്ളാഹുവിന് കേവലം ഇബാദത്ത് ചെയ്യുക എന്നതിലുപരി നമ്മുടെ ഇബാദത്തുകളിലൊക്കെ നമ്മുടെ നിയ്യത്ത്, നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ഇഖ്ലാസ് നന്നാക്കുക എന്നത് കൂടി അതിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്തു നോക്കിയാൽ ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ നമ്മോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്തോളി, നിങ്ങൾ വിവാഹം ചെയ്തോളി, അല്ലേ, മസലാ വസുലാത്ത് അങ്ങനെ പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുണ്ട്. നിങ്ങൾ കച്ചവടം ചെയ്തോളി. അങ്ങനെ നമുക്ക് ഭൗതികമായി ലോകത്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഖുർആൻ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്തോളൂ, അങ്ങനെ പറയും. പക്ഷെ ആഖിറത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കിയാൽ ഒരു മാത്സര്യത്തോടു കൂടി നിങ്ങൾ മുന്നേറൂ, മത്സരിച്ചു വരൂ, സ്പീഡിൽ വരൂ എന്നുള്ള രീതി ഒരു ഭാഷാ പ്രയോഗം പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരണം. ഇലല്ലാഹി മർജിഉക്കും, അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം. ജമീഅ, നിങ്ങൾ എല്ലാവരുടെയും മടക്കം അല്ലാഹുവിലേക്കാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, എവിടെ നിന്നാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നത്? ഇന്ന് പല ആളുകളും പറയുന്നത് ലോകം ഇങ്ങനെ തന്നെ ഉണ്ടായി, അതിലിങ്ങനെ മറ്റു ചരാചരങ്ങളും സൃഷ്ടികളൊക്കെ ഉണ്ടായതുപോലെ മനുഷ്യന്മാരുണ്ടായി, ഇനി കന്നുകാലികളെ പോലെ ഇങ്ങനെ ജീവിച്ച് മരിക്കാനുള്ള ആൾക്കാരാണ് മനുഷ്യന്മാരെ എന്നാണ് ചില ആളുകൾ പറയുന്നത്. എന്തൊരു വിഡിത്തമാണത്! അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ അവന്റെ ഈ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കാനും അവന്റെ ദൃഷ്ടാന്തങ്ങളെ കണ്ടു മനസ്സിലാക്കാനും എമ്പാട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ? പരിശുദ്ധമായ സൂറത്തുൽ അഅലയിൽ പറയുന്നുണ്ടല്ലോ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. സൂറത്തുൽ ഗാശിയയിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല? അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുകയാണ്. എന്താ ഒട്ടകത്തിന്റെ പ്രത്യേകത? അത്രയും വലിയ മരുഭൂമിയിലൂടെ ദിവസങ്ങൾ തൻ്റെ ശരീരത്തിനുള്ളിൽ വെള്ളം ശേഖരിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ആ മരുഭൂമിയുടെ പ്രകൃതത്തിനനുസരിച്ചുള്ള സൃഷ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒട്ടകത്തിൽ സംവിധാനിച്ചിരിക്കുന്നത്. മരുഭൂമിയിലുടനീളം ചില ചെടികൾ കാണുമെന്നാണ്, വെള്ളത്തിൻ്റെ നാമ്പ് പോലും ഇല്ലാത്ത ചെടിവർഗ്ഗങ്ങൾ. ആ ചെടികൾക്കിടയിൽ, അതിൻ്റെ കായകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒട്ടകങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജലാംശത്തിന് അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. ആരാണ് ഇതൊക്കെ നിശ്ചയിച്ചത്? സുബ്ഹാനായ റബ്ബ് മാത്രമാണല്ലോ. അങ്ങനത്തെ ഒട്ടകത്തെ നിങ്ങൾ ചിന്തിക്കൂ, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്ന് വേണ്ട എത്രയെത്ര മത്സ്യങ്ങളാണ് ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ. അന്റാർട്ടിക്കയിൽ ഒരു സ്ഥലമുള്ളതാണ്, കിലോമീറ്ററുകളോളം മഞ്ഞിങ്ങനെ മൂടിയിട്ട് ആ കിലോമീറ്ററുകൾ താഴെ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്ക എന്നറിയാലോ, ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന നമ്മുടെ ധ്രുവത്തിലുള്ള സ്ഥലത്താണ്. അത്രയും കിലോമീറ്റർ അടിയിൽ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം എത്താത്ത, മനുഷ്യന്റെ സ്പർശമേൽക്കാത്ത അത്രയും അടിയിലുള്ള ജലങ്ങളിലൂടെ, ആ തടാകത്തിലൂടെ ഒഴുകുന്ന മത്സ്യങ്ങൾ ആരാണ് അവർക്കൊക്കെ ഭക്ഷണം നൽകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതാണ് അഫല. അങ്ങനെ സൃഷ്ടിജാലങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രേരിപ്പിക്കുകയാണ്. എന്നിട്ടോ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത്. ആകാശങ്ങളിലേക്ക് നോക്കി എന്താണ് അതങ്ങനെ ഉയർന്ന് നമ്മുടെ തലക്കുമീതെ അങ്ങനെ കാണുന്നു.
എന്താണ് അതിൻ്റെ അറ്റം, എന്താണ് അതിൻ്റെ ഒരു അന്തവും കുന്തവും നമുക്ക് തോന്നുന്നില്ല. വലിയ ഒരു ലോകത്തിൻ്റെ അതിൽ നിന്ന് പൊട്ടിത്തെറിച്ച ചെറിയൊരു ചീള് കഷ്ണത്തിൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വളരെ നിസ്സാരനായ ജീവിയാണ് മനുഷ്യന്മാർ. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ വലിയൊരു മരുഭൂമിയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ വലിയൊരു കടപ്പുറത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു കോരി മണ്ണിങ്ങനെ വാരിയെടുക്കുക. ഒരു കോരി മണ്ണിങ്ങനെ വാരിയെടുത്തിട്ട് അതിന്ന് ഒരു തരി എടുക്കുക, മനസ്സിലായാലും ഒരു തരി എടുക്കുക. ആ തരിയാണ് ലോകത്തെ വെച്ച് നോക്കുമ്പോൾ ഭൂമിയുടെ വലിപ്പം എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ പുറത്തുള്ള നമ്മളെ അവസ്ഥ എന്താ? അത്രയും നിസാരനായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ അഹങ്കാരവും നമ്മുടെ ഈ താന്തോന്നിത്തരവും നമ്മുടെ ഈ തെമ്മാടിത്തരവും കൊണ്ടൊക്കെ എത്ര കാലമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, നിങ്ങളൊന്നും ഒന്നുമല്ല, നിങ്ങളെക്കാൾ വലിയ സൃഷ്ടികൾ അല്ലാഹു തആല ഭൂമിജാലങ്ങളെ സൃഷ്ടിജാലങ്ങളെ നിങ്ങളെക്കാൾ വലിയ കഴിവുള്ള ജീവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഖുലിഖൽ ഇൻസാനു ദഈഫ, വളരെ നിസ്സാരനാണ് മനുഷ്യൻ. നോക്കൂ, ഒരു പുൽച്ചാടിക്ക് ആ പുൽച്ചാടിയുടെ ശരീരത്തിൻ്റെ 30 ചില്ലാനം ഇരട്ടി വലിപ്പത്തിൽ അതിന് ചാടാൻ വയ്ക്കുന്ന മനുഷ്യന്മാർക്ക് അങ്ങനെ ചാടാൻ വഹിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അങ്ങനെ എത്രയോ ജീവികൾക്ക് മണിക്കൂറുകൾ നീന്താൻ കഴിയുന്ന, കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള മണം ഗ്രസിക്കാൻ കഴിയുന്ന എത്രയെത്ര കഴിവുള്ള ജീവജാലങ്ങളാണ് നമുക്ക് മുമ്പ്. അപ്പോൾ എന്താണ് ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, ഇതിലൊക്കെ ചിന്തിച്ചുകൊണ്ട് ഏകനായൊരു സൃഷ്ടാവില്ലെങ്കിൽ ഇതൊന്നും സാധ്യമല്ല. ഇതൊക്കെ തന്നെ ഉണ്ടായതാണെന്ന് പറയാൻ മാത്രം വിഡ്ഢികളാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് എന്തിനാണ്? അതിലൂടെ അവനിലേക്ക് എത്തണം, അല്ലാഹുവിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അല്ലാഹുവിലേക്ക് എത്തുന്നത്? അതുമാത്രമാണ് നമ്മുടെ അഭയം. നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇതൊക്കെ കണ്ടു മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ ഈ ലോകത്തെ സംവിധാനിച്ച് സംരക്ഷിച്ചു പോകുന്ന റബ്ബിനുണ്ടോ? നിസാരനായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വിഷയമാണ്. നമ്മളില്ലെങ്കിലും, നമ്മൾ മനുഷ്യന്മാരില്ലാതിരുന്നിട്ടും ലക്ഷക്കണക്കിന് വർഷം, കോടി വർഷം ഈ ഭൂമി ഇങ്ങനെ നിലനിന്നിട്ടുണ്ട്. ഇനി നമ്മളില്ലെങ്കിലും ഈ ഭൂമി നിലനിൽക്കും, മനസ്സിലായില്ലേ? ഇന്നാണ് മരിച്ചു എന്ന് എഴുതിക്കോ. ഇന്ന് നമ്മളങ്ങ് മരിച്ചു എന്ന് വിചാരിക്കുക, എന്താ ഉണ്ടാകാൻ പോണത്? അത് അർത്ഥം മരിച്ചുത്തരേ, അല്ലെങ്കിൽ അത് അർത്ഥം മരിച്ചുത്തരേ, നമ്മൾ ചെല്ലുന്നു. അങ്ങനെ മരിച്ചു കഴിഞ്ഞു. അന്ന് കുടിയിലൊക്കെ ആൾക്കാർ വരുന്നു, ദൂരെയുള്ള കുട്ടികളൊക്കെ വരുന്നു, എല്ലാവരും വരുന്നു, ബന്ധപ്പെട്ട സ്നേഹപ്പെട്ട ആൾക്കാരൊക്കെ വീട്ടിലേക്ക് വരുന്നു. ആ സന്ദർഭങ്ങൾ മനസ്സിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തുണ്ടാകാൻ പോണത്? ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പം ഉണ്ടാകാൻ പോവുക? എല്ലാവരും ഇങ്ങനെ വരുന്നു, മുറ്റത്തൊരു പന്തൽ ഉയരുന്നു, ഖുർആൻ പാരായണം ചിലയിടത്താണെങ്കിൽ ഉണ്ടാകുന്നു, ചിലയിടത്തും അതും ഇല്ലപ്പോൾ കാത്ത് രക്ഷിക്കട്ടെ, ഒക്കെ വേണം. ഖുർആൻ പാരായണങ്ങൾ നടക്കുന്നു. അങ്ങനെയുള്ള നന്മകളെ ഒരു ദിവസം വളരെ സജീവം. അന്ന് മൗലിദിന് മഗ്‌രിബിക്ക് ശേഷം വലിയ തിരക്ക്, മയ്യത്ത് നിസ്കാരത്തിനൊക്കെ നിറച്ച ആളുകൾ. അങ്ങനെ നമ്മെ ഖബറിലേക്ക് എടുത്തു വെക്കുന്നു. അപ്പം തന്നെ പകുതി ആൾക്കാർ പോയിട്ടോ, നിസ്കരിച്ചാൽ വന്നതിൻ്റെ പകുതി എന്നല്ല, മുക്കാഭാഗ ആൾക്കാരും ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് അവർക്ക് പല തിരക്കുണ്ട്. വണ്ടി ഇങ്ങനെ വേഗം എടുത്തു പോകാൻ, റോട്ടിൽ വണ്ടി വേഗം എടുത്തു പോകാൻ പറ്റുന്നിടത്തേക്കാണ് വണ്ടി ഇടുക. കാരണം എന്താ? നിസ്കാരം കഴിഞ്ഞിട്ട് വേണം വേഗം പോകാൻ. അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയായിരിക്കും. നമ്മൾ സ്നേഹം കൊടുത്ത്, നമ്മുടെ സമ്പത്ത് കൊടുത്ത്, നമ്മളെല്ലാമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ ധരിച്ചു വെച്ചിരുന്ന ആളുകൾ ഇത്തരത്തിൽ പിരിയും. അങ്ങനെ നമ്മെ ഖബറിലേക്ക് ഇറക്കി വെച്ച് നമ്മോട് ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ ആ ഖബറിന് ചുറ്റും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ചില ആൾക്കാർ അതുമില്ല, കൊണ്ടുപോയി തട്ടിയിട്ട് ഇങ്ങോട്ട് പോരുക, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ മക്കളുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അത്തരത്തിൽ ഖബറിലേക്ക് ഇറക്കി വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് ഉസ്താദ് ദുആർന്ന് ഖബറിനെ ഉള്ള പ്രാർത്ഥനകളും മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോൾ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തൻ്റെ ഖബറിൻ്റെ അടുത്തു നിന്നും ആളുകൾ നടന്നു പോകുന്നതിൻ്റെ ചെരിപ്പടിയുടെ ശബ്ദം ഖബറിലിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ അനുഭവപ്പെടുമെന്നാണ്. അങ്ങനെ ആ ഖബറിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, ഖബർ നമ്മുടെ വിഷയമല്ല, ഞാൻ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അങ്ങനെ ഖബറടക്കിയാൽ അന്നത്തെ ദിവസം മൗലിദിന് ആളുകൾ അങ്ങനെ ഓരോ ആഴ്ച കഴിയും തോറും ആളുകൾ കുറഞ്ഞു വന്നു. പിന്നെ വരുന്ന ആൾക്കാർക്ക് കുടിത്തോൽക്ക് തന്നെ പിന്നെ ഇപ്പോൾ 7 ദിവസമായില്ലേ, നാളല്ലേ, എന്നാപ്പോൾ 7 അതവിടെ ഡേറ്റ് നോക്കണം, അത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ മക്കളുള്ള കാലത്തോളം ഒരു പക്ഷേ ഒരാട്ടൊക്കെ ഇങ്ങനെ കൊല്ലത്തിൽ കഴിക്കും. പിന്നെ പേരക്കുട്ടികളുടെ കാലമായി കഴിഞ്ഞാൽ പിന്നെ അതുമില്ല. പിന്നെ എങ്ങനെ പള്ളിക്കാട്ടിൽ ഒരു ഏകാന്തമായ ഖബർ പോലെ ഇങ്ങനെ നമ്മൾ കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ നമുക്ക് തുണയായി വരണമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി പറയുന്നുണ്ടല്ലോ, ഒരാൾ ഖബറിലേക്ക് കടന്നു പോകുമ്പോൾ 3 കാര്യങ്ങൾ അവനെ അനുഭവിക്കും. 3 കാര്യങ്ങൾ അവൻ അനുഭവിക്കും. അതിൽ 2 എണ്ണം തിരിച്ചു പോരും, 1 മാത്രം അവിടെ ശേഷിക്കും. ഏതാണ്? ഓൻ്റെ മക്കളും ഓൻ്റെ കുടുംബങ്ങളും ഓൻ്റെ സമ്പത്തൊക്കെ എന്ത് ചെയ്യും? അവൻ്റെ പിന്നാലെ പോകും. അമലും ഓൻ്റെ പിന്നാലെ ഉണ്ടാകും. അമല് മാത്രം അവൻ്റെ കൂടെ ഉണ്ടാകും, ബാക്കിയുള്ള ആൾക്കാരൊക്കെ തിരിച്ചു പോരും. അപ്പോൾ ആ ഏകാഗ്രമായ ആ ഖബറിൽ നമ്മൾ ചെല്ലുന്നു. എല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവസ്ഥ ആയിരിക്കും, മലക്കുകൾ അയാളോട് പറയുന്നതാണ്,
ഒരു പുതുമാരൻ അല്ലെങ്കിൽ ഒരു പുതുപെണ്ണ് കടന്നുറങ്ങണ പോലെ ഉറങ്ങിക്കോ, കടന്നോ, സുഖം അനുഭവിച്ചോ, എല്ലാവിധ നേരം പോക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലേക്ക് അവന് നിശ്ചയിച്ചു കൊടുക്കും. അപ്പൊ ഈ ഒരു നേട്ടം നമ്മൾ കൈവരിക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞത് നമ്മുടെ നിസ്സാരതയെ കുറിച്ചാണ്, നമ്മൾ എത്രത്തോളം ബലഹീനതയെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചെലവഴിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ അല്ലെ? അങ്ങനെ പറയണ്ടല്ലോ. നമ്മൾ എടുത്തേച്ചതൊന്നും ശരിക്കും നമ്മളതല്ല. നമ്മൾ എടുത്തേച്ച് നമ്മൾ അടക്കി പിടിച്ച് ആർക്കും കൊടുക്കാതെ ഇങ്ങനെ എടുത്തു വെച്ചതൊന്നും യഥാർത്ഥത്തിൽ നമ്മളതല്ല. അതൊക്കെ കുട്ടികൾക്ക് തല്ലൂടാനുള്ളതാണ്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ നമ്മുടേത് ഏതാണ്? നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞതാണ് നമ്മുടേത്. പള്ളിക്ക് വേണ്ടി ചെലവഴിച്ചത്, മദ്രസക്ക് വേണ്ടി ചെലവഴിച്ചത്, അല്ലെങ്കിൽ വേണ്ട കുട്ടികൾക്ക് വേണ്ടി ചെലവഴിച്ചത്, ഇങ്ങനെ നന്മയുടെ വഴിയിൽ ചെലവഴിച്ചത് മാത്രമേ നമ്മുടേതുള്ളൂ അല്ലേ? വാസ്തവം അതല്ലേ? നമ്മൾ നമ്മുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ നമ്മൾ ആർക്കും കൊടുക്കാതെ അടക്കി പിടിച്ചു വെച്ചതോ നമ്മുടേതല്ല. അത് മരിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആളുകൾക്ക് തല്ലൂടാനുള്ളതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നന്മയുടെ വഴിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിലേക്ക് നിങ്ങൾ മുൻകടന്ന് സ്പീഡിൽ വരണം. ഇലയ്യ മർജിഉകും, എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. ജമീഅ, ഒരുമിച്ച്, എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടും. ഫയുനബ്ബിഉകും ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ. എന്നിട്ട് അല്ലാഹു തആല ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ എല്ലാ വിഷയങ്ങളും ഹിസാബ് നടത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിചാരണ ചെയ്യുന്ന ഒരു ഘട്ടം നമുക്ക് വരാനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുന്ന സമയത്ത് ചില നന്മകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടായിരിക്കണം ഈ ലോകത്ത് നിന്ന് മറിക്കേണ്ടത്. ഒന്ന്, ജാരിയായ സ്വതക്കകൾ നമ്മൾ ഉണ്ടാക്കി വെക്കണം. എന്താ ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ? നമ്മുടെ മരണശേഷവും നമുക്ക് വേണ്ടി ശേഷിക്കുന്ന സ്വതക്കകൾ അല്ലെ? സാന്ദർഭികമായിട്ട് പറയണം. ഇപ്പം നമ്മുടെ മദ്രസയിൽ ഡെസ്കും ബെഞ്ചിന്റെ അല്ലെ, അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള, കുട്ടികൾക്ക് പഠിക്കാനുള്ള, ഇൽമു പഠിക്കാനുള്ള, ഖുർആൻ പഠിക്കാനുള്ള ഡെസ്കും ബെഞ്ചും അവർ അതിനുള്ള ഫണ്ട് ശേഖരം അതിൽ ഉദ്ദേശിക്കുകയാണ് കമ്മിറ്റി. അപ്പോൾ അതൊരു ജാരി, നല്ലൊരു അവസരമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ പിഞ്ചിള മനസ്സുകൾ, നിഷ്കളങ്കമായ കുട്ടികൾ, വലല്ലാദീൻ ആമീൻ എന്ന് പറയുന്ന ആ കുട്ടികൾ ഒരു സമുദായത്തിനെ തന്നെ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചതിന്റെ പേരിൽ ഒരു സമുദായത്തെ തന്നെ നാശത്തിൽ നിന്ന് രക്ഷിച്ച ഒരു ചരിത്രമൊക്കെ മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഒരു കുട്ടി, ഒരു പിഞ്ചിളം കുട്ടി, മനസ്സിൽ നിഷ്കളങ്കതയുള്ള കളങ്കമില്ലാത്തൊരു കുട്ടി പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ, തിരു ഹദീസുകൾ പഠിക്കുമ്പോൾ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഈമാനിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അത് പഠിക്കാൻ നമ്മൾ തയ്യാറാക്കിയ ബെഞ്ച് നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതാണ് ജാരിയായ സ്വതക്ക. അങ്ങനത്തെ എന്തെങ്കിലും സ്വതക്കകൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടേ നമ്മൾ മരിച്ചു പോകാവൂ, ഉറപ്പിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ ചെലവഴിച്ചതേ നമുക്കുള്ളൂ. നമ്മൾ ചെലവഴിക്കാതെ അടക്കി പിടിച്ചത് നമുക്കുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ മരിച്ചു പോയ എൻ്റെ കുട്ടികളെന്താ ഇട്ടുക, ഓൽക്കിപ്പോൾ എന്താ ഒക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അത് നമ്മൾക്ക് തോന്നുകയാണ്, ഞാനാണ് പോലെയൊക്കെ നോക്കുന്നത്, ഞാൻ ഇല്ലെങ്കിൽ പോലെ എന്താ ചെയ്യുക, നിങ്ങളില്ലെങ്കിലും പോലും ജീവിക്കും. മനസ്സിലായില്ലേ? നമ്മളില്ലെങ്കിലും നമുക്കിങ്ങനെ തോന്നുകയാണ്, ഞാനില്ലെങ്കിൽ ഇപ്പം നമ്മളൊരു സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ ഞാനിപ്പോ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ, ഞാനല്ലായിരുന്നെങ്കിൽ കാണാമോ, എന്ത് കാണാമോ, ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ചിലന്മാരെ പറയുന്നത്, ഞാൻ ഉമ്മയോട് തിരക്കടില്ല, ഞാൻ അമ്മയമ്മയോട് തിരക്കടില്ല, എന്ത് തിരക്കടില്ല, ഒന്നും ഉണ്ടാവില്ല. നിങ്ങളില്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പാകപ്പെടുക. കാരണം മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മളാണ് എല്ലാത്തിൻ്റെയും മെയിൻ എന്ന് ചിന്തിക്കണ്ട. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകം ഇവിടെ ഉണ്ടാകും, ഈ ആളുകൾ ഇവിടെ ജീവിക്കും. അതുകൊണ്ട് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്തിട്ട് പോകണം. അതാണ് ജാരിയായ സ്വതക്ക നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മദ്രസകളിലേക്ക്, പള്ളിയിലേക്ക്, നമ്മുടെ പള്ളിയിലേക്ക് AC വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് പണസ്വരൂപങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിലേക്കൊക്കെ സ്വതക്ക ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ആളുകൾ, മുഅ്മിനീങ്ങളായ ഒരാളെങ്കിലും പള്ളിക്ക് അല്ലാതിരിക്കുമോ? ഇല്ലല്ലോ. മദ്രസയിലേക്ക് കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും നിഷ്കളങ്കരായ ഹൃദയരാണ്, അതിന് തന്നെ നമുക്ക് എന്തായാലും കിട്ടും. അതിലേക്കൊക്കെ മുന്നിട്ട് വരിക. ഒന്ന്. രണ്ടാമത്തത്, വലദുൻ സ്വാലിഹുൻ യദഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മക്കളെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. അതിപ്പോൾ എങ്ങനെ? കുട്ടികൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം എന്നത്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഫാത്തിഹ ഓതണമെങ്കിൽ തെറ്റാതെ ഫാത്തിഹ ഓതണം, തെറ്റാതെ ഫാത്തിഹ ഓതണമെങ്കിൽ മദ്രസയിലേക്ക് നേരെ വരണം, മുഴുവനായിട്ട് പൂർത്തീകരിക്കണം. ചെറിയ ക്ലാസ്സിൽ തന്നെ പോകാൻ പാടില്ല. കഴിയുമ്പോഴേക്ക് നേരെ ഒന്ന് പഠിച്ച് ലെവലായി വരുമ്പോഴേക്ക് സ്കൂളത്തെ കാര്യവും പറഞ്ഞ് നിർത്തി പോകാൻ നിൽക്കേണ്ടി വരും. ഈ സ്കൂളത്തെ അവസ്ഥ എന്താ? അത് അവിടുത്തെ നോക്കും മേലെയുടെ പല വാർത്തകളും നമ്മൾ കേൾക്കല്ലേ. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? മനസ്സിൽ ഈമാനില്ല, വിശ്വാസമില്ല. ഒരു മുഅ്മിനായ വ്യക്തിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ലഹരിയുടെയും മറ്റുമൊക്കെ വളരെ പേടിപ്പെടുത്തുന്ന, നമ്മൾ എത്ര നോക്കിയിട്ടും ഒരുപക്ഷെ കാര്യമൊന്നും ഉണ്ടാവില്ല. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഓരോ കൂട്ടുകെട്ടുകൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ ചിലപ്പോൾ വീട്ടിലൊക്കെ നല്ല കുട്ടികളെ കയറാം, അയൽപ്പക്കത്തും നല്ല കുട്ടികളായിരിക്കും, എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള ആൾക്കാരെ കയറാം. പക്ഷെ അവരുടേതായ കൂട്ടങ്ങളിൽ അവർ ഉൾപ്പെടുന്ന സമയത്താണ് ഇത്തരത്തിൽ കൂട്ടത്തിൻ്റെ ബുദ്ധി അവർക്കുണ്ടാകുന്നത്. അപ്പോൾ ആ നേരത്തും അവർക്ക് ഈമാനികമായി പിടിച്ചു നിൽക്കാനുള്ള ഒരു ഈമാനിക ശക്തി നൽകാൻ നമുക്ക് മദ്രസയെ ഇന്ന് നിലവിലുള്ളൂ, ചെറിയ കുട്ടികൾക്കാണ്. അല്ലെങ്കിൽ പല നമ്മുടെ ഇസ്ലാമികമായ സ്ഥാപനങ്ങളിലേക്കും ദർസുകളിലേക്കും ഒക്കെയുള്ള അഡ്മിഷനുകൾ തുടങ്ങിയിട്ടുണ്ട്.
നമ്മുടെ കുട്ടിയെ ഇനിയിപ്പോൾ നിങ്ങൾ മൂല്യരാക്കിയിട്ടില്ലെങ്കിലും അവന് സ്വന്തം 5 വക്ത് നിസ്കാരം അതൊക്കെ മുടങ്ങാതെ അതൊക്കെ ഒരു 5 വക്ത് നിസ്കാരം മുടങ്ങിയ മനസ്സിക്ക് ഒരു വേദന ഉണ്ടാകുന്ന രീതിയിലേക്കെങ്കിലും നമ്മുടെ മക്കളെ മാറ്റാൻ വേണ്ടി കഴിയണം. നിങ്ങൾ പള്ളിക്കത്തെ നിങ്ങൾ ഈ തറാവീഹിൻ്റെ സമയത്ത് പള്ളികൾ കൂടെ പോയൊക്കെയാണെങ്കിൽ എത്ര കുട്ടികളുണ്ട്? തീരല്ല, കുട്ടികളില്ല. ഒക്കെ ഈ വയസ്സന്മാർ ഈ ഒരു 40 അല്ലേ 30 കഴിഞ്ഞാൽ, ഏറ്റവും ചുരുങ്ങിയത് 30 കഴിഞ്ഞാൽ 30ൻ്റെ അടിയിക്കൊന്നും ആരുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു തലമുറ അവൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ രംഗത്തേക്ക് വരാനുള്ള ആൾക്കാരാണ് ഇപ്പോൾ ആരുമില്ല പള്ളിക്ക്. ഒക്കെ പരീക്ഷയുടെ പേര്, പരീക്ഷയ്ക്ക് ഒരു പേര് തന്നെ ഉള്ളൂ. മനസ്സിലായില്ലേ? പരീക്ഷയുടെ എക്സാമാണ്, എന്നിട്ട് ഫോണും പിടിച്ച് കുത്തിരിക്കുക, അല്ലെ ഗെയിമൊക്കെ കളിച്ച് ആകെ ഒരു മണിക്കൂറാകുമ്പോൾ അതിന് വേണ്ടത്. ആരുമില്ല, നമ്മുടെ പള്ളികളിലൊന്നും ആരുമില്ല. മനസ്സിലായില്ലേ? ഒരു തലമുറ. അപ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കണമെങ്കിൽ, സ്വാലിഹായ സന്താനങ്ങളാകണമെങ്കിൽ പരിശുദ്ധ ദീനനുസരിച്ചുള്ള ജീവിതം അവരെ നമ്മെ പഠിപ്പിച്ചേ മതിയാകും. അങ്ങനെ പരിശുദ്ധ ദീനനുസരിച്ചുള്ള ജീവിതമുള്ള കുട്ടികളെ നമുക്ക് ഉപകരിക്കുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മക്കളെയൊക്കെ നന്മകൾ കൊണ്ട് വളർത്തിയെടുക്കുക. നമുക്കൊക്കെയുള്ള ചിന്ത എന്താ അറിയോ? എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല എന്നുള്ള ആ ഒരു ചിന്തയാണ്. മനസ്സിലായില്ലേ? അതൊന്ന് മാറ്റി വെക്കുക തൽക്കാലം. ആരെക്കുറിച്ചും ഓവറായിട്ട് നല്ല വിചാരിക്കേണ്ട. കുറച്ചൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് അവരെ കുറിച്ച് അങ്ങനെ ആകാം. കാരണം കാലം അങ്ങനെയാണല്ലോ. ഏത് നല്ല കുട്ടിയും വഴിപിടക്കാൻ ഒരു നിമിഷം മതിയല്ലോ, ഒരു നിമിഷത്തെ ചീത്ത കൂട്ടുകെട്ട് മതിയല്ലോ. നിങ്ങൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ടാകും, ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത നല്ല നാട്ടിലെ എല്ലാ രംഗങ്ങളിലും സജീവമായിരുന്ന നല്ലൊരു കുട്ടിയായിരുന്നു. ഏതോ ഒരു കൂട്ടുകാരൻ ഒരു തവണ യാത്ര പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുത്ത ഒരു ലഹരി, അതിൽ കൂടി പിന്നെ അതിൻ്റെ അടിമയായി ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയിട്ടൊക്കെ. നമ്മുടെ നാടുകളിലൊക്കെ ഡി അഡിക്ഷൻ സെൻ്റർ എന്ന് പറയുന്ന സെൻ്റർ ഉണ്ട്. എന്താ ഡി അഡിക്ഷൻ സെൻ്റർ? ഇത്തരത്തിൽ ലഹരി പിടിച്ചിട്ട് അതിൽ നിന്ന് പുറത്ത് ചാടാൻ കഴിയാത്ത ആളുകൾ അവരെ കൊണ്ടുപോയിടുന്ന സ്ഥലം. മനസ്സിലായോ? എന്നിട്ട് അവിടെയൊക്കെ ഫുള്ളാണ്, എല്ലായിടത്തും ഫുള്ള്. എന്നിട്ട് വലിയ സംഖ്യ കൊടുത്ത് അവിടെ കൊണ്ടുപോയി, എന്നിട്ട് അവിടെ കൊണ്ടുപോയിടുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ പുറത്തേക്ക് വരുമ്പോൾ അതില്ലാത്തവർക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക്, ആരോഗ്യം ക്ഷയിക്കുന്ന മാനസികാവസ്ഥയിലേക്ക്, പിന്നീട് വിഷാദം, പിന്നെ ആത്മഹത്യ, ഈ ഒരു പ്രവണതയിലേക്കൊക്കെ നമ്മുടെ യുവതലമുറ പോകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെയല്ലാതെ സ്വാലിഹായ ഒരു കുട്ടി എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി തോർക്കണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ വന്ന് ഖബറിങ്ങ വന്നിട്ട്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം അല്ലെ, ചില ആളുകളൊക്കെ ഉണ്ടാവും സുഹൃത്തം ചെയ്ത മാതാപിതാക്കളെ അങ്ങനെ കാണാറുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മളിങ്ങനെ സുബിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പണിക്ക് പോകുന്ന ആൾക്കാരെ ഒക്കെ ഉണ്ടാവും. അവരിങ്ങനെ ഒരു വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഉമ്മാൻ്റെ അല്ലെങ്കിൽ ഇപ്പാൻ്റെ ഖബറിങ്ങ വന്ന് തുറന്നു പോകും. തുറക്കണമെന്നില്ല, ഒരു ഫാത്തിഹ ആ ഖബറിങ്ങ വന്ന് ഓതിപ്പോകും. ഒരു സലാം പറഞ്ഞ് നിങ്ങളടുത്തൊക്കെ വന്നൊരു സലാം പറഞ്ഞു പോകാൻ പാകത്തിന് നമ്മുടെ മക്കളെ വളർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ നമ്മൾ ചെയ്തത്? ഈ ജീവിച്ച് മരിച്ചിട്ട് എന്താ നമ്മൾ ചെയ്തത്? അല്ലല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിൽ ഞാൻ പറയട്ടെ, ഒരൊറ്റ ഈ പറഞ്ഞ പ്രായത്തിലുള്ള ആരുമില്ല ഇതിൽ. ഞാനെങ്കിലൊക്കെ ഉപ്പാരുണ്ടെങ്കിൽ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നല്ലാതെ. അപ്പോൾ അതിലെന്ത് ചെയ്യണം? അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളെ ഉപ്പാരെ ഖബറിങ്ങക്ക് പോകുമ്പോൾ ഓനെയും കൂട്ടണം. മനസ്സിലായില്ലേ? നമ്മുടെ ഉപ്പാടെ ഖബറിങ്ങ പോകുമ്പോൾ അവരെയും കൂട്ടണം. അപ്പോൾ അവർക്ക് അതിങ്ങനെ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കുമ്പോഴേ നമ്മൾ മരിച്ചാലും നമ്മുടെ അടുത്തേക്ക് അങ്ങനെ വരികയുള്ളൂ. അല്ലാഹു അത്തരത്തിൽ നല്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൂന്നാമതായി മരിച്ചു കഴിഞ്ഞാലും അവന് ഉപകാരപ്പെടുന്ന അമൽ എന്ന് പറയുന്നത് നാഫിയായ ഇൽമാണ്. എന്താ നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ? ആ ഇൽമ് കൊണ്ട് ഒരു വിവരം പോലെ അറിഞ്ഞു, ആ അറിവ് കൊണ്ട് അവൻ പ്രവർത്തിച്ചു. അപ്പോഴാണ് ഇൽമ് നാഫിയാകുക. ഒരു വിജ്ഞാനം അവൻ സമ്പാദിച്ചു, ആ വിജ്ഞാനം സമ്പാദിച്ചത് കൊണ്ട് മാത്രമില്ല, ആ വിജ്ഞാനം കൊണ്ട് അവൻ പ്രവർത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, നമുക്ക് ഇൽമുണ്ടായി. പക്ഷെ അത് നാഫി ആകണമെങ്കിൽ ആ ഇൽമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നാഫി ആകുന്നത്. അങ്ങനത്തെ ഇൽമിന് എന്തുണ്ട്? വലിയ പവറുണ്ട്. അത് നമ്മുടെ ഖബറിൽ നമുക്ക് തുണയായിട്ട് വരും എന്നുള്ളത്. അല്ലാത്ത ഇൽമോ കുറേ പാട്ട് പോലെയുള്ള നല്ല ചൊർക്കുള്ള മൂല്യേറെ പാട്ടൊക്കെ ഉള്ള അങ്ങനെ ദിക്റും സ്വലാത്തിലൊക്കെ പങ്കെടുത്തു. മനസ്സിലായില്ലേ? ഇൽമൊക്കെ കുറേ കിട്ടി, പക്ഷെ അത് പ്രവർത്തനമൊന്നുമില്ല. എന്നാലോ അത് നാഫി ആയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി എപ്പോഴും കാബിൽ ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു ആണ് എന്ത്? കുറച്ചൊരേ ഉപകാരമില്ലാത്ത ഇൽമിനെ തൊട്ടിനെ കാക്കണേ, എനിക്ക് തരരുതേ. കാരണം എന്താ? നമ്മുടെ സമയം വെറുതെ പോണു, അതുകൊണ്ട് ഉപകാരം ഉണ്ടോ? എന്ന് പൂർണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ഉപകാരവുമില്ലാത്ത അറിവിനെ തൊട്ട് അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നന്മകളെ കൊണ്ട് ഉളരാൻ സമയമായിട്ടുണ്ട്. എപ്പോഴാണ് നമ്മുടെ മരണം നമുക്ക് അടുത്തെത്തുന്നതെന്ന് പറയാൻ സാധ്യമല്ലല്ലോ. ചെറുപ്പക്കാരായ ആളുകൾ പ്രായഭേദമന്യേ മരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ത്യനാളിന്റെ അടയാളമായിട്ട് ഫുജ്റത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുക. അതൊരു മോശമാണ്. അങ്ങനെ പെട്ടെന്ന് മരിച്ചു പറ്റിയിട്ട് അയാൾ ഒരു മോശക്കാരനാണെന്നല്ല അർത്ഥം. അങ്ങനത്തെ മരണം സമൂഹത്തിൽ വർദ്ധിക്കും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പിന്നെ ഈ മാസം കണ്ടപ്പോഴൊക്കെ നിങ്ങളെല്ലാവരും കേട്ട ഹദീസ് ഉണ്ടാവും. എന്താണ്? ഹബീബായ റസൂലിന്റെ ഹദീസിന്റെ അംശം. നമ്മളൊക്കെ മാസം കണ്ടപ്പോൾ നമ്മുടെ പരപ്പുറത്താണെന്നല്ല ഇക്കുറി എല്ലാവരും കണ്ടത്. പെരയിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ മേലെ മാസം റമദാൻ മാസം കണ്ടു. മാസം അങ്ങനെ ആകാശത്ത് അങ്ങനെ കാണാറില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും പറഞ്ഞു ഇന്നിപ്പോൾ റമദാൻ 2 ആയിക്കണോ? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതും ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്.
രണ്ടാമത്തെ ദിവസത്തെ ചന്ദ്രനെ പോലെ ഒന്നാമത്തെ ദിവസത്തെ ചന്ദ്രനെ ഒരാൾ ഇങ്ങനെ കാണുന്ന കാലഘട്ടം വരും എന്നതൊക്കെ ഹബീബായ റസൂലുള്ള സത്യം മാത്രമേ അവിടുന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ സത്യമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അതൊക്കെ റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഇതൊക്കെ ഒരംശം പോലും വിടാതെ സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ സ്വാലിഹായ സന്താനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതൊക്കെ നമുക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. മഹാനായിരിക്കുന്ന യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ചരിത്രമുണ്ടല്ലോ. സക്കരിയ ഇന്നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിദീൻ ഫസ്തജബ്നാ ലഹു വഹബ്നാ ലഹു യഹ്യാ വഅസ്ലഹ്നാ ലഹു സൗജഹ ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബൻ വകാനൂ ലനാ ഖാശിഈൻ. ഇതായിരുന്നു മഹാനായിരിക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആനിൽ രണ്ടാമത്തെ ഫാത്തിഹ കഴിഞ്ഞാൽ, അതായത് മൂന്നാമത്തെ ആലു ഇമ്രാൻ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. അത് ഇമ്രാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെയും ഹന്ന ബീവിയുടെയും മകളായിക്കൊണ്ടാണ് മഹദിയായിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചത്. മറിയം ബീവി മഹദിയായ ഹന്ന ബീവി മറിയം ബീവിയെ ഗർഭിണിയായിരുന്ന സമയത്ത് അന്ന് ബൈത്തുൽ മുഖദ്ദസിലൊക്കെ ഒരു ആചാരം അല്ലെങ്കിൽ അതൊരു പതിവുണ്ട്. എന്ത്? ഉമ്മമാര് കുട്ടികളെ നേർച്ചയാക്കും. പടച്ചോനെ, എൻ്റെ അടുത്തത് ഒരു ആൺകുട്ടിയാണെങ്കിൽ എൻ്റെ അടുത്ത കുട്ടിയെ ഞാൻ ബൈത്തുൽ മുഖദ്ദസ് മുഹററാക്കുക എന്നാണ് പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരകരും അതുപോലെ തന്നെ അതിന്റെ സേവകരൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കുട്ടിയെ നിശ്ചയിച്ചോളാം പടച്ചോനെ എന്ന് മഹദിയായിരിക്കുന്ന മറിയം ബീവി പറഞ്ഞതായിരുന്നു. പക്ഷെ അങ്ങനെ ജനിച്ചപ്പോ ആൺകുട്ടിയല്ല. പൊതുവെ ആൺകുട്ടികളെയാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കാറുള്ളത്. ജനിച്ചപ്പോൾ പെൺകുട്ടിയാണ്. അപ്പൊ എന്നാലും മഹദിയുടെ ഒരു നേർച്ചയാണല്ലോ. അപ്പൊ ആ നേർച്ചയായതുകൊണ്ട് തന്നെ മഹദിയായിരിക്കുന്ന മറിയം ബീവിയെ, അങ്ങനെ മറിയം ബീവി ജനിച്ചപ്പോൾ തന്നെ പിതാവായ ഇമ്രാൻ മരണപ്പെട്ടു എന്നാണ്. അങ്ങനെ മറിയം ബീവിയെ മസ്ജിദുൽ അഖ്സയുടെ ബൈത്തുൽ മുഖദ്ദസിന്റെ ആ പരിചാരകത്തിനും അതിന്റെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി നിശ്ചയിച്ചു കൊടുക്കുകയാണ്. അന്നത്തെ ശരീഅത്താണ്. അങ്ങനെ ആര് മറിയം ബീവിയുടെ സംരക്ഷണം ഏറ്റെടുക്കും? പിതാവായ ഇമ്രാൻ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല ആളുകൾ മുന്നോട്ട് വന്നു, ഞാൻ എടുക്കാം. അങ്ങനെ നറുക്കിട്ട് മഹാനായിരിക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് നറുക്ക് വീണത്. മഹാനായിരിക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാം ആവട്ടെ 80 ചില്ലാനം വയസ്സായിട്ടുണ്ട്. മക്കളൊന്നുമില്ലാതെ വളരെ പ്രയാസപ്പെടുന്ന ഒരു നബിയാണ്. വളരെ ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ. എന്നാൽ പടച്ചവനോട് ആവരാത്യൊന്നും പറഞ്ഞിട്ടില്ല, മക്കളില്ല, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ മറിയം ബീവിക്ക് മസ്ജിദുൽ അഖ്സയിൽ ഒരു പ്രത്യേക റൂമൊക്കെ ഉണ്ടാക്കി, പ്രത്യേക രീതിയിൽ അവർക്ക് വേണ്ട താമസിക്കാനൊക്കെ ദർസുട്ടികൾക്കൊക്കെ ഇങ്ങനെ റൂമൊക്കെ ഉണ്ടല്ലോ, അതുപോലെ പള്ളിയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനമൊക്കെ അവർക്ക് ഏർപ്പെടുത്തി നൽകി. അങ്ങനെ മഹാനായ സക്കരിയ നബി അടക്കമൊക്കെ അങ്ങനെ വന്നു നോക്കും, സംരക്ഷണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഭക്ഷണം കാര്യങ്ങളൊക്കെ 80 വയസ്സായ അദ്ദേഹമാണല്ലോ, ചെറിയ കുട്ടിയാണ് മറിയം ബീവി. വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഇടക്കൊക്കെ ഇങ്ങനെ റൂമിൽ വന്ന് നോക്കുമ്പോൾ നല്ല വെറൈറ്റി പഴങ്ങളൊക്കെ ഇങ്ങനെ മഹദിയുടെ റൂമിൽ ഇങ്ങനെ കാണും. ശൈത്യകാലത്ത് കാണുന്ന പഴങ്ങൾ ചിലപ്പോൾ കാണാം, ശീതകാലത്ത് ചൂടുകാലത്ത് ഉണ്ടാകുന്ന പഴങ്ങൾ ചിലപ്പോൾ തണുപ്പ് കാലത്ത് ഉണ്ടാകും പ്രത്യേക റൂമിൽ. അങ്ങനെ പല ആളുകളും പലതും കൊടുത്തു കൊടുക്കും. അപ്പോൾ മഹാനായ സക്കരിയ നബി ചോദിക്കുന്നതാണ്, എവിടുന്നേക്കും മറിയാണെങ്കിൽ ഇത് കിട്ടി ചോദിച്ചപ്പോൾ അത് അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അവൻ വിചാരിക്കുന്ന, അവരൊരിക്കലും ധരിക്കാത്ത മാർഗത്തിലൂടെയുള്ള ഭക്ഷണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ നിനക്കാത്ത അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തികൾ നിനക്കാത്ത മാർഗത്തിലൂടെ അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഇങ്ങനെ നടത്തി കൊടുക്കും, ഭക്ഷണമൊക്കെ നൽകും എന്ന് പറഞ്ഞു. ഇത് സന്ദർഭമായപ്പോൾ ഇങ്ങനെ ഒരു നല്ല കുട്ടി മറിയം ബീവിനെ കണ്ടപ്പോൾ മഹാനായ സക്കരിയ നബിക്ക് ഒന്നുകൂടി ആശയം. അങ്ങനെയാണല്ലോ, മക്കളില്ലാത്ത മാതാപിതാക്കൾ അള്ളാഹു സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കട്ടെ. മഹാനായ സക്കരിയ നബിക്ക് ഒന്നുകൂടി പൂതിയായി അല്ലേ? കാരണം അറിയാലോ, നല്ല സ്വാലിഹായ കുട്ടികളെ കാണുമ്പോൾ കുട്ടികളില്ലാത്ത ആളുകൾക്ക് ഒന്നുകൂടി ഒരു ആശയം ഉണ്ടാവുമല്ലോ. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ്, അവിടെ വെച്ച് മഹാനായ സക്കരിയ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ എനിക്കൊരു സന്താനത്തിന്, നിന്നെ ഭയപ്പെടുന്ന ഒരു സന്താനത്തിന് എനിക്ക് വേണം എന്ന് മഹാനായിരിക്കുന്ന സക്കരിയ നബി ആവട്ടെ അന്ന് ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളുകൾക്ക് വഴങ്ങി പറഞ്ഞു. അവർക്ക് വേണ്ട കാര്യങ്ങൾ നന്മകളൊക്കെ ഉപദേശിച്ചുകൊണ്ടും ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു ആലിമായ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തും. അപ്പൊ അദ്ദേഹത്തിന് ഒരു പിൻഗാമി ഇല്ലല്ലോ. എന്റെ കാലശേഷം ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആരാണ്? അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ആരാണ്? ഇതൊക്കെയാണ് സക്കരിയ നബിക്ക് ഒരു കുട്ടിയില്ലാന്നുള്ള പ്രയാസത്തിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ ദീനിനെ പറഞ്ഞു കൊടുക്കാൻ, അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കാൻ, നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ, ബനൂ ഇസ്രായേലിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരാളും ഇല്ലല്ലോ എന്നുള്ള വിഷമവും അതാണ് പറഞ്ഞത്. എന്നെ ഒറ്റക്കാക്കിയിട്ട് അല്ലെങ്കിൽ ഇതിന് ശേഷം വേറെ ആരും ഏറ്റെടുക്കാനില്ലാതെ ആയി പോകുമല്ലോ പടച്ചോനെ. അങ്ങനെ അദ്ദേഹം തോന്നും. അങ്ങനെയാണ് മഹാനായിരിക്കുന്ന യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന് കൊടുത്തു. ആണ് യഹ്യാ നബിയുടെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം കരഞ്ഞ് അല്ലേ, സ്വർഗത്തിനെ കുറിച്ച് ഓർത്താലും കരയാം, നരകത്തിനെ കുറിച്ച് ഓർത്താലും കരയാം. അങ്ങനെ പിതാവായ സക്കരിയ നബി വഅദ് പറയാൻ വേണ്ടി ആളുകൾക്ക് ക്ലാസ് എടുത്തെടുക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ
ആദ്യം ചോദിക്കുന്നതാണ് യഹിയ സദസ്സിലുണ്ടോ? യഹിയ സദസ്സിലുണ്ടെങ്കിൽ പിന്നെ അത് നരകത്തിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും പറയില്ല. കാരണം എന്താ, പിന്നെ കരച്ചിൽ തുടങ്ങിയാൽ പിന്നെ നിൽക്കൂല. മഹാനായ സക്കരിയ നബി അള്ളാഹുവിനോട് പറഞ്ഞു, ഇത് ഇങ്ങനെയാണെങ്കിൽ വലിയ പ്രയാസമാണ്, നിൽക്കുവാണ് പേടിയൊക്കെ പോകണം, ഇത് കരച്ചിൽ തുടങ്ങിയാൽ പിന്നെ നിൽക്കൂല. അപ്പോൾ അല്ലാഹു തആല ചോദിച്ചു എന്നാണ്, പിന്നെ എന്നെ പേടിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതല്ല ഈ ചോദിച്ചത്. മഹാനായ സക്കരിയ നബി അള്ളാഹുവിനോട് എന്താ ചോദിച്ചത്? നിന്നെ ഭയപ്പെടുന്ന ഒരാൾ എനിക്ക് ഒരു കുട്ടിക്ക് തരണം എന്നാണ് പറഞ്ഞത്. നിന്നെ ഭയപ്പെടുന്ന ആൾക്കാർ അങ്ങനെ തന്നെ കാരണം എന്നാണ് അല്ലാഹു തആലയോട് മറുപടി കൊടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു വരുന്നത്, അവരുടെ ഒരു ഗുണമായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? അവരെല്ലാം നന്മകളുടെ വിഷയത്തിൽ പെട്ടെന്ന് ഉളരി ചെയ്യുന്ന ആളുകളായിരുന്നു. അവർ നമ്മോട് പ്രാർത്ഥിക്കുമായിരുന്നു. അള്ളാഹുവിനോട് എങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്? മാ ബൈനൽ ഖൗഫി വറജാഇ ആയിരിക്കണം, പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും ഇടയിലായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം എന്നാണ്. നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് നമ്മുടെ ആശയപ്പോ ഞാൻ ഇപ്പൊ അങ്ങനെ തന്നെ ഇപ്പൊ നന്നാകാൻ പോകില്ല എന്നുള്ള നിലക്ക് എല്ലാ തരത്തിലുള്ള ആശയും മുറിഞ്ഞുള്ള ജീവിതം നമ്മൾ നയിക്കാൻ പാടില്ല. പിന്നെ എന്ത് വേണം? അള്ളാഹുവിലും പ്രതീക്ഷ വേണം. എൻ്റെ റബ്ബിനെ കൈവിടൂല. വലിയ പ്രയാസക്കാരം കുട്ടികൾ അങ്ങനെ, അല്ലെങ്കിൽ എന്താ വീട്ടിലത്തെ കുടുംബ പ്രശ്നങ്ങൾ, മരിയോൾ ഇങ്ങനെയാണ് പറഞ്ഞാന്നും കേൾക്കണില്ല, അല്ലെങ്കിൽ അമ്മായിമ്മ അങ്ങനെയാണ് എൻ്റെ ഇത് കണ്ടറിയണില്ല, അല്ലെങ്കിൽ പേരക്കുട്ടി അങ്ങനെയാണ്, അങ്ങനെ അല്ലെങ്കിൽ കുടുംബപരമായ അയൽപ്പക്കം എന്ത് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അറിയാം, ആ പടച്ചൊലിച്ച് മാത്രം എങ്ങനെ തന്നിരിക്കണത്, ഇങ്ങനെ നമ്മൾ ആശ മുറിയാൻ പാടില്ല. പലവിധ രോഗങ്ങൾ ഒരു പക്ഷേ പലർക്കും ഉണ്ടാകും. എന്താ റബ്ബിച്ച് മാത്രം ഇങ്ങനെ തരുന്നത്? ഇത്രയും കാലം അവർക്ക് മുമ്പിട്ടിട്ട്, ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറയാം, ഇത്രയും കാലം അവർക്ക് മുമ്പിട്ടിട്ട് പടച്ചോ എനിക്ക് തന്നെ തന്നല്ലോ, ഇങ്ങനെയൊന്നും നമ്മൾ ആശ മുറിയാൻ പാടില്ല. പിന്നെ എന്ത് വേണം? മാ ബൈനൽ ഖൗഫി വറജാഇ, അല്ലാതെ പേടിയും വേണം പ്രതീക്ഷയും വേണം. രണ്ടിൻ്റെയും ഇടയിലായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. പേടിയും വേണം പ്രതീക്ഷയും വേണം. അതാണ് മഹാനായ സക്കരിയ നബിയുടെയും യഹ്യ നബിയുടെയും ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്, കാനൂ യുസാരിഊന ഫി യദ്ഊനനാ റഗബൻ വറഹബാ, പേടിച്ചും പ്രതീക്ഷയിലും അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മെ പേടിക്കുന്നവരായിരുന്നു. അപ്പോൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും വേണം നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്താൻ എന്ന് ചുരുക്കം. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി നന്മയിലേക്ക് കടന്നു വരിക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. മഹാനായിരിക്കുന്ന ഉമർ എന്നവരുടെ ചരിത്രവും നമുക്കറിയാം. ഉമർ എന്നവർ എല്ലായ്പ്പോഴും മഹാനായിരിക്കുന്ന അബൂബക്കർ അവരുടെ മുൻപന്തിയിലെത്താൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അത് ചെയ്യുമ്പോഴേക്ക് സുദ്ദീഖ് എന്നവരെന്ത് ചെയ്തിട്ടുണ്ടാവും? അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടാവും. ഒരിക്കൽ മഹാനായിരിക്കുന്ന ഉമർ എന്നവർ പറയുന്നുണ്ട്, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അൻ നതസദ്ദഖ, ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങളെല്ലാവരും സ്വതക്ക ചെയ്യണം, യുദ്ധത്തിൻ്റെയും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി. ശത്രുക്കൾ കാരണം ഫഖീർമാരാണ്, ആരുടെ കയ്യിൽ ഒന്നുമില്ല, ആർക്കൊന്നുമില്ല. അപ്പോൾ ഇല്ല ആൾക്കാരൊക്കെ എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ ഒപ്പിച്ചെടുത്ത് അങ്ങനെയാണ് അവരുടെ മുഅ്മിനീങ്ങൾ. പലപ്പോഴും ചിലപ്പോൾ ചില സദസ്സുകളൊക്കെ ഉണ്ടാകും, റസൂലുള്ളാഹി എല്ലായിടത്തും എല്ലാവരും കൂടി എന്തെങ്കിലും കൊണ്ടാൻ പറയും. അപ്പോൾ ചിലപ്പോൾ ചില വീട്ടിൽ റൊട്ടിയുടെ ഒരു കഷ്ണമായിരിക്കും, ചിലപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ഒരു കഷ്ണമായിരിക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊടിയക്കാരം. അങ്ങനെ എല്ലാ സ്വഹാബികളും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. എന്നിട്ടൊരു ഒരു സുപ്ര വിരിച്ച് അല്ലെങ്കിൽ ഒരു പായ വിരിച്ച് പായ പോലെയുള്ള ഈത്തപ്പന നാരുകൾ വിരിച്ച് അതിൻ്റെ മേലെ ഇട്ടിട്ട് അതിൽ നിന്ന് വാരിയെടുക്കാൻ വേണ്ടി പറയും. റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും വയറ് തികയുന്ന രീതിയിൽ അത് തികയുമായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു നിങ്ങളെല്ലാവരും സ്വതക്ക ചെയ്യണം. അപ്പോൾ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞ സമയത്ത് മഹാനായിരിക്കുന്ന ഉമർ എന്നവർ പറയാം, ഒരു ദിവസമെങ്കിലും ഇന്നത്തെ ദിവസമെങ്കിലും എനിക്ക് സിദ്ദീഖ് എന്നവരുടെ മുൻപന്തിയിലെത്തണം. ഇങ്ങനെയാണ് നമ്മുടെ നല്ല മത്സരങ്ങൾ. നന്മയുടെ വിഷയത്തിൽ നമ്മൾ എന്താ ചെയ്യുക? ഓല് ചെയ്യണ്ടോ നോക്കട്ടെ, ഓലൊക്കെ കൊടുക്കണ്ടോ നോക്കട്ടെ, എന്നാൽ നമുക്ക് കൊടുക്കാം. ഇപ്പൊ അങ്ങനെ ഓലൊക്കെ കൊടുക്കണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇവര് ചെയ്യണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ കാത്തിക്കരുത്. നേരെ മറിച്ച് അങ്ങനെ വേണം, നമ്മൾ മുന്നിട്ട് ഇറങ്ങണം. അതിനാണല്ലോ പുണ്യം എന്ന് പറയുന്നത്. അപ്പൊ ഏതായിരുന്നാലും മഹാനായിരിക്കുന്ന സിദ്ദീഖോരോട് ഇന്നെങ്കിലും എനിക്ക് മുൻപന്തിയിലെത്തണം. എല്ലായിടത്തും മൂപ്പരെ മുൻപന്തിയിലെത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോഴൊക്കെ മൂപ്പര് ഫസ്റ്റ് ഉണ്ടോ. അങ്ങനെ മഹാനവറുകൾ പറയാണ്, എന്റെ മൊത്തം ആയുസ്സിലെ അന്നത്തെ സമ്പാദ്യത്തിന്റെ പകുതിയും ഞാൻ റസൂലുള്ളാഹിയുടെ അടുക്കൽ കൊണ്ടുവന്നു. പകുതി കുടുംബത്തിൽ വെച്ചു, പകുതി കൊണ്ടുവന്നു. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, വലിയ സമ്പത്താണല്ലോ കൊടുക്കുന്നത്, ഞാൻ കുടിക്കാർക്കൊന്നുമില്ല, ഒരിക്കത്തേക്ക് മാറ്റി വെച്ചു. അപ്പൊ മഹാനവർ പറഞ്ഞു ഇതേപോലത്തെ ഒരു ഭാഗം, അതായത് പകുതി അവിടെ വെച്ചിട്ടുണ്ട്, പകുതി ഇങ്ങോട്ട് കൊണ്ടു ചെയ്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് എന്നവർ വന്നു. അദ്ദേഹം വന്നപ്പോൾ കുല്യമായിട്ടോ ഫുള്ളോണ്ട് പോകുക. എന്ത് ഏറ്റവും ആവശ്യമായ ജീവിതത്തിൽ ആവശ്യമായ സാധനങ്ങൾ മാത്രം എടുത്തിട്ട് അതവിടെ, അതായത് വസ്ത്രം അല്ലേ, ആ മാത്രം വെച്ചിട്ട് മൊത്തം സമ്പത്ത് അദ്ദേഹം കൊണ്ടുപോകും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക, നീ നിന്റെ കുടുംബത്തിന് എന്താ ബാക്കി വെച്ചത്? ഉമറന്നവരോട് ചോദിച്ചു അതേ ചോദ്യം ചോദിച്ചു. അബ്ഖൈതു ലഹും അല്ലാഹു വറസൂല, അല്ലാഹുവിനെ റസൂലിനെ ഞാൻ അവർക്ക് ബാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ഒക്കെ കൊണ്ടുവന്നു തോന്നി. അള്ളി റസൂൽ ഓൽക്കുണ്ടാകും ഞങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള ആ ഒരൊറ്റ വിശ്വാസത്തിൽ, ആ ഒരു അടിയുറച്ച വിശ്വാസത്തിൽ എല്ലാം ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ മഹാനായ ഉമർ ഒരു വിഷയത്തിൽ ഇനി ഞങ്ങളോട് മത്സരിക്കൂല. കാരണം മഹാനായിരിക്കുന്ന അബൂബക്കറോടെ അടുത്തെത്താൻ അമ്പിയാക്കൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ഈ ഭൂമിയുഗത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാനായിരിക്കുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഒരുപാട് മഹത്വം അദ്ദേഹത്തിൻ്റെ ഒക്കെ പറയാനുണ്ട്. ഞാൻ നമ്മുടെ വിഷയം അതല്ലാന്നുള്ളതിലേക്ക് കടക്കുന്നില്ല. ഇതേ വിഷയം തന്നെ ഒരിക്കൽ സിദ്ദീഖുകളുടെ മഹത്വം നിരവധി കാര്യങ്ങൾ പറയാൻ ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പള്ളിയിലൂടെ കടന്നുപോയി. ആ പള്ളിയിലൂടെ കടന്നു പോകുമ്പോൾ റസൂലിന്റെ കൂടെ സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരുണ്ട്. അങ്ങനെ മൂന്നാളിങ്ങനെ പോവുകയാണ്. അപ്പോൾ പള്ളിയിൽ ഇരുന്നുകൊണ്ട് മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായി ഖുർആൻ ഓതിയിരുന്ന സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. വളരെ സ്കെൽറ്റായിട്ടുള്ള, വളരെ നിസാരനായിരിക്കുന്ന, കാഴ്ചയിൽ നിസാരനായിരിക്കുന്ന സ്വഹാബിയായിരുന്നു ഇബ്നു മസ്ഊദ്. തീരെ വലിപ്പനില്ല, ഒരു കുറിയ തടിയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരിക്കലും ഇങ്ങനെ അറാക്ക് മരത്തിലൊക്കെ റസൂലുള്ളാഹിക്ക് ഒരു സേവകൻ കൂടിയായിരുന്നു. റസൂലുള്ളാഹിക്ക് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് അറാക്ക് മരത്തിൽ കയറിയപ്പോൾ അതിങ്ങനെ അറാക്ക് മരം അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ കാറ്റ് താടിയപ്പോൾ രസകരമായ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്, മനോഹരമായിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിയും ഒരു നിമിഷം അവിടെ നിൽക്കും. അങ്ങനെയല്ലോ ഖുർആനിന്റെ ഒരു മാസ്മരികത അതാണല്ലോ, മനോഹരമായിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ഒരെണ്ണം ശ്രദ്ധിച്ചിങ്ങനെ അതായത് അദ്ദേഹം ഖുർആൻ ഓതുക പറഞ്ഞാൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിസ്കാരത്തിലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം റുക്കൂ ചെയ്ത് സുജൂദ് ചെയ്തു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു ചോദിച്ചോ നമുക്ക് നൽകപ്പെടും, ചോദിച്ചോ നൽകപ്പെടും. അങ്ങനെ പറഞ്ഞു. അതായത് മനോഹരമായ ഖുർആൻ പാരായണം, അർത്ഥമൊക്കെ ചിന്തിച്ച് യഥാപതി നമ്മൾ അള്ളാഹുവിനോട് മനസ്സർപ്പിച്ച് ഖുർആൻ ഓതിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് നൽകും. അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു. ഇനി ഇതിന് റസൂലുള്ളാഹി പറഞ്ഞു എന്തായാലും من سره أن يقرأ القرآن فضلا كما أنزل فليقرأه من ابن أم مكتوم. അങ്ങനല്ല, من سره أن يقرأ القرآن فضلا كما أنزل فليقرأه من ابن أم عبد الله. കേട്ടോ, ഇബ്നു ഉമ്മി അബ്ദ് എന്ന് പറയും. ഇബ്നു ഉമ്മി അബ്ദ്, അബ്ദില്ല മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേരായിരുന്നു ഇബ്നു ഉമ്മി അബ്ദ്. മഹാനായിരിക്കുന്ന ആരെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ റസൂലുള്ളാഹിക്ക് ഓതി കൊടുക്കണം, അതേപോലെ ഖുർആൻ ഓതണ കേൾക്കാൻ, അങ്ങനെ പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇബ്നു മസ്ഊദിൽ നിന്ന് അത് കേൾക്കട്ടെ എന്ന് റസൂലുള്ളാഹി പറയാം. അത്രയും ആ ഒരു ശൈലിയിലാണ് മഹാനായിരിക്കുന്നവർ ഇത് ഓതുന്നത്. ഇതേ സാന്ദർഭികമായി പറയാണ്, ഈ നമ്മുടെ ബദർ യുദ്ധമൊക്കെയുള്ള ബദറിന്റെ അനുസ്മരണയൊക്കെയാണ് നമുക്ക് മുമ്പിൽ വരാനിരിക്കുന്നത്. ബദറുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ ഒരിക്കൽ റസൂലുള്ളാഹി അങ്ങനെ ഇരിക്കുകയാണ്, റസൂലുള്ളാഹി പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് അബൂജഹലും കൂട്ടരൊക്കെ അവിടെ ഉണ്ട്. മഹാനായിരിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുർ റഹ്മാൻ ഇങ്ങനെ ഓതി. സൂറത്തുർ റഹ്മാൻ അറിയാലോ, ഖുർആനിന്റെ പുതുമാരൻ എന്ന സ്ഥാനപ്പേരുള്ള ഖുർആനാണ്. അഊസുൽ ഖുർആൻ എന്ന സ്ഥാനപ്പേരൊക്കെ ഒരുപാട് പേരുകളൊക്കെ സൂറത്തിനുണ്ട്. അപ്പോൾ മനോഹരമായിട്ട് ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതി ഇങ്ങനെ വരുമ്പോൾ അബൂജഹൽ, കാരണം ഖുർആൻ ഓതി പറയാലോ, ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ അവിശ്വാസികൾ പോലും ഇതിങ്ങനെ സാഹൂതം ശ്രദ്ധിച്ച് ആ ഖുർആനിന്റെ മാസ്മരികതയിൽ ഇങ്ങനെ ലയിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അബൂജഹലിനെ ഇഷ്ടപ്പെട്ടില്ല. അബൂജഹൽ വന്നിട്ട് മഹാനായിരിക്കുന്ന ഇബ്നു മസ്ഊദ് എന്നവരുടെ ചെകിട്ടത്തടിച്ച് അദ്ദേഹത്തിന്റെ ചെവി ഭാഗത്ത് നിന്ന് രക്തം ഇങ്ങനെ ഒഴിച്ചു. ഞാൻ രക്തം ഒഴിച്ചു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നു, ഓടിച്ചെന്നു. റസൂലെ അബൂജഹൽ കാട്ടിയതാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കൂടി ഉണ്ടായിരുന്നതാണ്. വഹയുമായോ എന്തോ ബന്ധപ്പെട്ട റസൂലിന്റെ അടുക്കൽ ജിബ്രീൽ എന്നവരുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹിയോട് ഈ ആവരാതി വന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് ജിബ്രീൽ ചിരിച്ചു, അടുത്തിരിക്കുന്ന ജിബ്രീൽ ചിരിച്ചു. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു കൗതുകം, അല്ല എന്താ നമ്മൾ ചിരിച്ചത്, മൂപ്പർ ഇങ്ങനെ ഒരു വേദന എന്ന് പറയുമ്പോൾ ഖുർആൻ ഓതിയിട്ട് ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പ്രയാസം അദ്ദേഹം എന്ന് പറയുമ്പോൾ ജിബ്രീൽ എന്തിനാ ചിരിച്ചത് എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ച സമയത്ത് അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, പിന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞ് ജിബ്രീൽ എന്നവർ പോയി. അങ്ങനെ ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞ്, ആ സംഭവം കഴിഞ്ഞ് ബദർ യുദ്ധം അവസാനം അബൂജഹൽ വെട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുക, മരിച്ചിട്ടില്ല, വെട്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് മഹാനായിരിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂടെ അങ്ങനെ പോകണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂടെ അങ്ങനെ പോകുമ്പോൾ ഇയാൾ ഇങ്ങനെ മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഈ സമയത്തെങ്കിലും, ഈ മരിക്കുന്ന സമയത്തെങ്കിലും അനക്ക് എന്തായിക്കൂടെ, മുസ്ലിം ആയിക്കൂടെ, ഈ സമയത്തെങ്കിലും ഈ ചിലപ്പോൾ ചെയ്തു ഇപ്പോൾ കലിമ ചൊല്ലിയാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും എന്ന് അബൂജഹലിനോട് പറഞ്ഞു. അബൂജഹൽ വലിയ ദുരഭിമാനിയായിരുന്നു. ഖുർആൻ അതാണ് റസൂൽ പറയണ്ടേ, ഫിർഔന് മൂസ അല്ലെ,
ഒരു ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ ഫിർഔന് അശദ്ദു മിൻ ഫിർഔനി മൂസാ നബിന്റെ ഫിർഔനിനേക്കാൾ കാഠിന്യമുള്ള ഹൃദയനായിരുന്നു ആരെ? എൻ്റെ ഫിർഔൻ. റസൂലുള്ളാഹിന്റെ കാലത്തെ ഫിർഔൻ എന്ന് പറയുന്നത് ഫിർഔൻ ഉമ്മത്തി അശദ്ദു മിൻ ഫിർഔനി മൂസ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഫിർഔനാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലിനെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച ആളായിരുന്നു ആരെ? അബൂജഹൽ. മൂസാ നബിയുടെ കാലത്ത് മൂസാ നബിനെ ഏറ്റവും പ്രയാസപ്പെടുത്തിയ ആളായിരുന്നു ആരെ? ഫിർഔൻ. പക്ഷെ ആ ഫിർഔൻ എന്ത് ചെയ്തോ അറിയോ? ചരിത്രം അറിയാലോ. വടി കൊണ്ട് അടിച്ചപ്പോൾ കടൽ ചെയ്തു, പിളർന്നു. അവരതിലൂടെ പോയി. പിന്നെ പിന്നാലെ ഒരു വന്ന സമയത്ത് കടൽ കൂടി മുങ്ങി മരിക്കാന്നായപ്പോൾ മൂസാ നബിയുടെ ഫിറോൻ പറഞ്ഞത് ആമന്തു റബ്ബി മൂസ വഹാറൂൻ. മരണം മുന്നിൽ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു എന്ത്? മൂസാ നബിയുടെ ഫിറോൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കണമെന്നതാണ്. പക്ഷെ അപ്പോൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല അല്ലേ? അപ്പോൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. മരണം തൊണ്ടക്കുഴിയിലെത്തിയിട്ട് തൗബ ചെയ്തിട്ടോ മറ്റോ കാര്യമില്ല. അതുപോലെ തന്നെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് കഴിഞ്ഞാലും പിന്നെ അല്ലാഹു തൗബ സ്വീകരിക്കൂല. അതാണ് നമ്മുടെ ലാസ്റ്റ് ടൈം. അതിന് മുമ്പ് ചെയ്യണമെങ്കിൽ ചെയ്യണം. മനസ്സിലായല്ലോ? അതാണ് എൻ്റെ സമയം. അപ്പോൾ ആ സമയത്തുള്ള ഫിറോന്റെ മരണം മുന്നിൽ കണ്ടതുകൊണ്ടുള്ള ആ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ ഫിറൗനോ അതായത് അബൂജഹലോ മരിച്ചാന്ന് അടുത്ത നിമിഷം അയാൾക്കറിയും. പക്ഷെ എന്നിട്ടും അയാളെന്തായില്ല? അതിൽ നിന്ന് പിന്മാറാനോ റസൂലുള്ളാഹിയെ വിശ്വസിക്കാനോ തയ്യാറായില്ല. അത്രയും കാഠിന്യ ഹൃദയനായിരുന്നു. അങ്ങനെ മഹാനവറുകൾ അബൂജഹലിന്റെ ജീവൻ പോയി അവന്റെ തലയറുത്ത് അവന്റെ ചെവിയിൽ ഒരു ഓട്ടയിട്ടിട്ട് എന്ത് ചെയ്തു? അതിൽ പൊന്തില്ല. അതാണ് ചെറിയ മനുഷ്യനാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അബൂജഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീമാകാരനായ ഒരു മനുഷ്യനാണ്. അങ്ങനെ മഹാനായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ വാൾ ഇങ്ങനെ എടുത്തു എന്നാണ്. അപ്പോൾ അബൂജഹൽ പറഞ്ഞു ആ ചെറിയ വാൾ മാറ്റിക്കാം, ജിന്റെ വാൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അബൂജഹലിന്റെ വാൾ കൊടുക്കുകയാണെന്നാണ് പറയുന്നത് ചരിത്രത്തിൽ. അപ്പം അത്രയും വലിയ കഠിന ഹൃദയൻ, നന്മയിലേക്ക് ഒരു അംശം പോലും ദുരഭിമാനം വിട്ടുകൊണ്ട് വരാൻ അയാൾ തയ്യാറാകാത്ത ഒരു മനുഷ്യൻ. അങ്ങനെ ചെവിയിലെ ഓട്ടിട്ട് പൊന്താണ്ട് ഒരു കയറുമ്മ കെട്ടിയുടെ റസൂലുള്ളാഹിയുടെ അടുക്കൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ മഹാനവറുകൾക്ക് അടികിട്ടി ചോര വന്ന അതേ ഭാഗത്ത് ചെവിയിലാണ് ഈ മുറിയിട്ടിട്ട് എന്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു അന്ന് ഞാൻ എന്തിനാ ചിരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സാന്ദർഭികമായ ഒരു ചരിത്രം പറഞ്ഞതാണ്. ബദർ യുദ്ധമൊക്കെ വരുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുന്നത് കേട്ട് പഠിച്ചാൽ അതുപോലെയാണ് ഖുർആൻ ഇറങ്ങപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് വലിയൊരു നേട്ടമല്ലേ? മഹാനായ ഉമർ എന്നവർ പറഞ്ഞത്, ഉമർ എന്നവർ വിചാരിച്ചു അപ്പോൾ തന്നെ അത് അദ്ദേഹത്തെ അറിയിക്കണം. റസൂൽ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, അത് വലിയൊരു നേട്ടമാണല്ലോ, റസൂലുള്ളാഹിന്റെ വലിയൊരു അംഗീകാരമാണല്ലോ. അങ്ങനെ അദ്ദേഹം ചെന്നിട്ട് വാതിൽക്കൽ മുട്ടി. മഹാനായിരിക്കുന്ന ഒരു അസമയത്താണ്, എന്നാൽ രാത്രി എപ്പോഴാണ് അദ്ദേഹത്തിന്റെ വാതിൽ മുട്ടി പറഞ്ഞു ഈ സമയത്ത് അദ്ദേഹം ഉമറെ ഞങ്ങൾ വന്നു എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു റസൂലുള്ളാഹി നിങ്ങളെ കുറിച്ചൊരു കാര്യം പറഞ്ഞു, അതിനെക്കുറിച്ച് സന്തോഷം പറയാനാണ് ഞാൻ വന്നത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓതുന്നത് പോലെയാണ് ഖുർആൻ ഇറക്കപ്പെട്ടിരിക്കുന്നത്, അതേ ശൈലിയിലാണ് അതേ രീതിയിലാണ് നിയമങ്ങൾ അനുസരിച്ചൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനവർ പറഞ്ഞു സബഖക അബൂബക്കർ, അത് നിങ്ങളെ മുമ്പ് അബൂബക്കർ എന്ന് പറഞ്ഞു പോയി. മനസ്സിലായോ? അപ്പൊ നല്ല ഒരു കാര്യം ഒരാളെ അറിയിക്കുക എന്നതും ഒരു നന്മയാണ്. നല്ല ഒരു കാര്യം, സന്തോഷദായകമായിരിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവരെ അറിയിക്കുക എന്നതും ഒരു നന്മയാണ്. ആ നന്മയിൽ പോലും മഹാനായിരിക്കുന്ന അബൂബക്കർ എന്നവർ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ആ ഒരു ഏത് നിസ്സാരമാണെന്ന് നമുക്ക് തോന്നുന്ന നന്മകളിൽ പോലും അതിൽ മുൻകടക്കാനുള്ള എല്ലാത്തിനും ഫസ്റ്റ് ഞാനുണ്ടായില്ല. ഏത് ചില ആളുകളുണ്ടാവും, ചില നാടുകളിലൊക്കെ എന്ത് നല്ല പ്രവർത്തനങ്ങളാണ് മുന്നിടുകയാണെങ്കിലും അതിലാൾ മുന്നിലുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറണം. അങ്ങനെ നമ്മൾ മരിച്ചിട്ട് നമ്മളെക്കുറിച്ച് ആളുകൾ എന്തിനാ ആൾക്കാരെ അംഗീകരിക്കണം, എന്തിനാ നന്മകളിലേക്ക് മുന്നിടുന്നത്? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സ്വഹാബികളോടൊപ്പം ഒരു മജ്‌ലിസിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മയ്യത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. മയ്യത്തേക്ക് അങ്ങനെ കൊണ്ടുപോകുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ സ്വഹാബികൾ സ്വഹാബികൾ അയാളെ കുറിച്ച് മദ്ഹ് പറയാൻ തുടങ്ങി. നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു, മരിച്ചുപോയി നല്ലത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു വജബത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബികളപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചോദിക്കാതെ നിന്നില്ല. പിന്നീട് വേറൊരു മയ്യത്ത് ഇതേ രീതിയിൽ വന്നപ്പോൾ ആളുകൾ മോശമായ ആൾ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മൂപ്പരായിട്ട് ആൾക്കാർക്കൊക്കെ. ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് മരിച്ച ആൾക്കാരുടെ നന്മകൾ മാത്രമേ ഉദ്ക്രു മഹാസിന മൗതാക്കും എന്ന് പറയാം. മരിച്ച ആളുകളുടെയൊക്കെ നന്മകൾ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ എന്ന് അതുകൊണ്ടാണ് പറയാറുള്ളത്. അപ്പോൾ ഇയാളെക്കുറിച്ച് അങ്ങനെയായിരുന്നു, ആളുകൾ ഭയങ്കര ഫിത്നയായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നാട്ടിലൊക്കെ, മഹല്ലിലും അങ്ങനെ ഉണ്ടാവില്ല. അവരെ നമ്മളെക്കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഏതായാലും സ്വഹാബികൾപ്പെട്ട ചില ആൾക്കാർ പറഞ്ഞു. അപ്പോഴും പറഞ്ഞു വജബത്ത്. റസൂലുള്ളാഹിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വഹാബികൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം, എന്താ റസൂലുള്ളാഹി ആദ്യം പറഞ്ഞപ്പോഴും വജബത്ത്, ഇപ്പോൾ പറഞ്ഞപ്പോഴും വജബത്ത്, എന്താണ് അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ റസൂലുള്ളാഹി പറയാണ് ആദ്യം പറഞ്ഞത് വജബത്ത് ലഹുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം, ആ മയ്യത്തിന് സ്വർഗ്ഗ നിർബന്ധമായി എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞത് അവന് നരക നിർബന്ധമായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച് ആളുകൾ മരിച്ചു പോകുമ്പോൾ നല്ല രീതിയിൽ നമ്മെക്കുറിച്ച് പറയുക എന്നത് ഫലം ചെയ്യും. മുഅ്മിനീങ്ങളുടെ ശഫാഅത്ത്, മുഅ്മിനീങ്ങളുടെ സർട്ടിഫിക്കേഷൻ, നമ്മളെക്കുറിച്ച് കുറച്ച് ആളുകൾ നല്ലത് പറയാനുണ്ടാവുക എന്നുള്ളത് നമുക്ക് നമ്മുടെ ആഖിറത്തിനെ രക്ഷപ്പെടാനുള്ള ഒരു കാരണമായിട്ട്
അപ്പോൾ നല്ല പേരുണ്ടാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മഹാനായിരിക്കുന്ന സിദ്ദീഖ് എന്നവർ ആ വിഷയത്തിലും നല്ല കാര്യം, ഒരു സന്തോഷ വാർത്ത, ദീനിന്റെ വിഷയത്തിലും സന്തോഷ വാർത്ത ഇബ്നു മസ്ഊദ് തങ്ങളോട് പറയുന്ന വിഷയത്തിലും അദ്ദേഹത്തോട് അദ്ദേഹത്തെക്കാൾ മുൻകടന്നു വന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് മുത്തായ റസൂലിന്റെ ഒരു ഹദീസ് കൂടി നാം പറഞ്ഞുകൊണ്ട് നിർത്തുക. റസൂൽ പറഞ്ഞു, അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നിർബന്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കണം, മുതലാക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ എത്തുന്നതിന് മുൻപ് പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ പരമാവധി ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ റസൂൽ തആല പറയുന്ന 5 കാര്യങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാണ് സിഹ്ഹതുക ഖബ്ല സഖമിക. നിന്റെ ആരോഗ്യ സമയം, നിന്റെ ഒഴിവ് സമയം, നിന്റെ രോഗസമയത്തിന് മുൻപ് നീ ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ട്, ക്ലാസ്സുകളിലേക്ക് നടന്നു വരാനും ഇതൊക്കെ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ ചെവിയോട് കേൾക്കാനും ഖുർആൻ ഓതാൻ കണ്ണിന് വലിയ പ്രശ്നമല്ലാതെയും ഒക്കെ നമുക്ക് ആരോഗ്യമുണ്ട്. ഈ ആരോഗ്യ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കണം. ഖബ്ല സഖമിക, നിങ്ങളുടെ രോഗത്തിൻ്റെ മുൻപ്. ഇനി നമുക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും, ഖുർആൻ ഓതാൻ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു സാഹചര്യം വരും, നന്മകൾ കേൾക്കാൻ, ക്ലാസ് കേൾക്കാൻ ചെവിക്ക് കേൾവി കമ്മിയാകുന്ന സമയങ്ങൾ വരും. ഒരുപക്ഷെ റൂമിൻ്റെ പുറത്ത് ഇറക്കാൻ കഴിയാത്ത രീതിയിലുള്ള രോഗം കൊണ്ടൊക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആരോഗ്യമുള്ള ആയുസ്, അവൻ ദീർഘായുസ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നത് വരെ മറ്റൊരാളുടെ ദയയിൽ ജീവിക്കേണ്ടി വരുന്ന ഗതികേടിനെ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഉണ്ടാവുമല്ലോ, മനുഷ്യനാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള രോഗം വരുന്നതിന് മുൻപ് നിങ്ങളുടെ ആരോഗ്യ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒന്ന്. രണ്ടാമതായി നീ ബിസി ആകുന്നതിന് മുൻപ് നിന്റെ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തണം. അധിക ജനങ്ങളും അശ്രദ്ധവാന്മാരാകുന്ന അല്ലെങ്കിൽ ചതിക്കപ്പെടുന്ന 2 നിഅമത്തുകളാണല്ലോ സിഹത്തുൻ ഫറാഗ്. ഞാൻ നേരത്തെ പറഞ്ഞ ആരോഗ്യ സമയവും ഒഴിവ് സമയവും. എന്താണ് അത് രണ്ടിൻ്റെയും പ്രത്യേകത? ആരോഗ്യ സമയവും ഒഴിവ് സമയവും നമ്മൾ വെറുതെ കളയും. നമുക്കൊന്നും ചെയ്യാൻ തോന്നൂല, എന്നും ഇങ്ങനെ കാര്യം നോക്കുള്ള ഒരു ചിന്ത ഉണ്ടാവും. മനസ്സിലായില്ലേ? എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കുറച്ചുകൂടി പ്രായമായിട്ട് നോക്കാം, ഇപ്പോൾ ഇങ്ങനെ ഒരു പോട്ടെ എന്നുള്ള ഒരു ചിന്ത വരാൻ സാധ്യത കൂടുതലാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ പൊതുവേ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത കമ്മിയാണ്. കാരണം നമുക്കൊരു തോന്നലേക്കാരൻ എന്നെ കൊണ്ടൊക്കെ പറ്റും, എന്നെ കൊണ്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ്. ഏത് പടച്ചോല്ല എന്ന് പറയുന്ന ആളും ഒരു 2 ദിവസം നേരെ ഒന്ന് വയറ്റുന്നത് പോയാൽ തന്നെ പറയും അള്ളാഹ് പടച്ചോനേന്നോട് പറയും, വിളിക്കും. മനസ്സിലായില്ലേ? ഏത് നിരീശ്വരവാദിയാണെങ്കിലും കാര്യങ്ങൾ അവൻ്റെ കയ്യിൽ കിട്ടൂല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓരും വിളിക്കും പടച്ചോനേ. ഏത് വലിയ ബിരുദമെടുത്ത ഡോക്ടറാണെങ്കിലും ഇനി ചികിത്സിച്ച ആളെ കിട്ടൂല എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളൂ എന്നും പറയും. മനസ്സിലായി? അപ്പം അതുകൊണ്ട് നമ്മുടെ ഒഴിവ് സമയവും നമ്മുടെ ആരോഗ്യ സമയവും നമ്മൾ ഉപയോഗപ്പെടുത്തണം. കാരണം അതുള്ള സമയത്ത് നമുക്ക് മഹബൂനാണ്, ശ്രദ്ധിക്കപ്പെടും. അല്ല, ഫിർഔനിന്റെ ഒക്കെ ചരിത്രം പറയുമ്പോൾ പറയാലോ, എന്താ ജീവിതത്തിൽ ഒരു തലവേദന പോലും തന്നിട്ടില്ല. കാരണം എന്താ? തലവേദന വരുമ്പോൾ അള്ളാഹ് ആലോചിച്ചാൽ ആ ഒരു അനുഗ്രഹം പോലും പടച്ചോൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു പ്രയാസം വരുമ്പോൾ പടച്ചോനെ അങ്ങനെ അറിയിച്ചോ, ആ ഒരു ചാൻസ് കൂടി അള്ളാഹ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ രോഗങ്ങൾ വരുമ്പോൾ അതിലൊന്നും ആശ മുറിയാതെ തരത്തിൽ അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്തുക. ആ രോഗങ്ങളൊക്കെ വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന, അല്ലെ, നോമ്പെടുക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയുന്നുണ്ട്, അൽഹംദുലില്ലാഹ് കഴിയുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രോഗം അത് കൂടിയാൽ വൃക്കത്ത് പ്രശ്നം, നോമ്പ് ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്താ അങ്ങനത്തെ പ്രശ്നം, ഇങ്ങനത്തെ പ്രശ്നം. അപ്പോൾ രോഗം നോമ്പെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പോൾ ആരോഗ്യമുള്ള സമയം നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ശബാബക ഖബ്ല ഹറമിക, നിന്റെ വാർദ്ധക്യത്തിന് മുൻപ് നിന്റെ യൗവന സമയം നീ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ യുവത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അമലുകളൊക്കെ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമാണല്ലോ. ആ പ്രായത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഖബ്ല ഫഖരിക, നിന്റെ ദാരിദ്ര്യം എത്തുന്നതിന് മുൻപ് നിനക്കിപ്പോൾ ഐശ്വര്യം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്, സമ്പത്ത് നൽകിയിട്ടുണ്ട്. ആ സമ്പത്തിൽ നിന്ന് നീ ചിലവഴിക്കണം. അതായത് നമ്മളൊക്കെ ചിന്ത, നമ്മൾ താരതമ്യപ്പെടുത്തിയിട്ട് നമ്മൾ നോക്കുകയാണ്, നമ്മൾ പാവപ്പെട്ട ആളുകളാണ്, അവർക്ക് അത്ര ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നീ മരിക്കുന്നതിന് മുൻപ് നിന്റെ ജീവിതത്തിനെ ഉപയോഗപ്പെടുത്തണം. ഈ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമാണ് നമ്മുടെ ഇരു ലോകവും വിജയിക്കാനും അതുവഴി നന്മകൾ കൊണ്ട് സമ്പുഷ്ടമാക്കാനും നമുക്ക് കഴിയൂ എന്നുള്ളതാണ്. 7 കാര്യങ്ങളെ കൊണ്ട്, നിങ്ങളുടെ അമലുകൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിക്കണം. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഫഖറായിരിക്കും, അല്ലെ ദാരിദ്ര്യമായിരിക്കും, അല്ലെങ്കിൽ വഴികേടിലാക്കുന്ന സമ്പത്തായിരിക്കും, അല്ലെങ്കിൽ എല്ലാം നശിപ്പിച്ചു കളയുന്ന രോഗമായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധി കുറയുന്ന, ബുദ്ധിയെ മാറ്റിത്തിരുത്തൽ പിച്ചും പയും പറയുന്ന വാർദ്ധക്യമായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണമായിരിക്കും, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഖിയാമത്ത് നാളെ ദജ്ജാൽ പുറപ്പെടുന്ന ഒരു സമയമായിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് വരാനുള്ളത്.
അപ്പോൾ അതിൻ്റെ മുൻപ് ആരെയും കാത്തു നിൽക്കാൻ പാടില്ല. ആരെയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? അതാണ് നമ്മുടെ വിഷയം. മനസ്സിലായി? ആരെയും നമ്മൾ കാത്തു നിൽക്കില്ല. നമ്മുടെ ഖബറിൽ നമ്മൾ തനിച്ചാണ്, നമ്മുടെ അമലുകൾ തനിച്ചാണ്. നമ്മുടെ അമലുകളുമായി നമ്മൾ ചെയ്തു വെച്ച ജാരിയായ സുദഖയും നമ്മുടെ സ്വാലിഹായ സന്താനങ്ങളും നമ്മുടെ രാഫിയായ ഇൽമും നമ്മളും മാത്രമാണ് നമ്മുടെ ഖബറിൽ തനിച്ചാക്കിയിട്ടുള്ളത്. അന്ന് വേറെ ആരും നമ്മളെ കാത്തു നിൽക്കാനോ ഓലൊക്കെ ചെയ്തതുപോലെ ഞാൻ ചെയ്തത് കൊണ്ട് ഖബറിലേക്ക് വരാനോ ഒന്നും ചിന്തിക്കാൻ നമുക്ക് സമയമല്ലല്ലോ. അതുകൊണ്ട് ആരെയും നമ്മൾ കാത്തു നിൽക്കേണ്ട. നമ്മുടെ അമലുകളായി, നമ്മുടെ പ്രവർത്തനങ്ങളുമായി, നമ്മുടെ ദീനിയായ ഊർജ്ജസ്വലതയുമായി പരിശുദ്ധമായിരിക്കുന്ന ഈ റമദാനിൽ അടക്കം മുന്നേറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മഹാനായിരിക്കുന്ന ഹുദൈദുൽ അസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുല്ലുനാഖദ് അയ്ഖലബിൽ മൗത്ത്. നമുക്കെല്ലാവർക്കും മരണം ഉറപ്പാണല്ലോ, മരിക്കുന്ന നമുക്കൊക്കെ ഉറപ്പാണ്. പക്ഷേ വമാനറാലഹു മുസ്തഇദ്ദൻ, ആ ഉറപ്പായ കാര്യത്തിന് വേണ്ടി നമ്മളൊരു തയ്യാറെടുപ്പ് നമ്മൾ കാണില്ല. ഉറപ്പായ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. അടുത്ത മാസം എനിക്ക് ഒരു യാത്ര ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഉംറ പോകുകയാണെന്ന് വിചാരിച്ചോളി. എന്തൊക്കെയായിരിക്കും അതിൻ്റെ തയ്യാറെടുപ്പ് അല്ലേ? ഇതേപോലെ ഉറപ്പുള്ളൊരു യാത്രയാണല്ലോ മരണം എന്ന് പറയുന്ന യാത്ര. ആ യാത്ര നമുക്കുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. അതെന്നാണ് അതിൻ്റെ ഡേറ്റ് വരിക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ തന്നെ കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും നമ്മളതിന് തയ്യാറാവേണ്ടേ? അപ്പോൾ ഫമാനറ ലഹു മുസ്തഇദ്ദൻ, ഒരു തയ്യാറെടുപ്പൊന്നുമില്ല. അപ്പോൾ കുല്ലനാഖദ് അയ്ഖലബിൽ ജന്ന, നമ്മളെല്ലാവരും സ്വർഗ്ഗം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ വമാനറ ലഹാ ആമിലൻ, അതിനുള്ള അമലൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതേപോലെ കുല്ലുനാഖദ് അയ്ഖലബിൻ നാരി, നരകം കൊണ്ട് നമുക്കൊക്കെ ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ നരകം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ വമാനറ ലഹാ ഖായിഫൻ, നമുക്ക് ആർക്കും ആ നരകത്തിൽ നിന്ന് പേടില്ല. അത് കാണുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. ഫഅലാമ തഫ്റഹു, പിന്നെ എന്താണ് സന്തോഷം? വമാ അസൈതും തന്തദിറു, എന്തിനാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത്? അൽ മൗതു ഹുവ അവ്വലു വാരിദിൻ അലൈക്കും മിനല്ലാഹി ബിഖൈരിൻ ഔ ബിശർ, മരണമാണ് നിങ്ങളുടെ മുമ്പിൽ കടന്നു വരിക. അത് ഒന്നില്ലെങ്കിൽ ഹൈർ കൊണ്ടായിരിക്കും വരിക, അത് ഷെർ കൊണ്ട്, അല്ലെങ്കിൽ ഷെർ കൊണ്ടായിരിക്കും വരിക. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ മാറൂല. മനസ്സിലായല്ലോ? വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ആലോചിച്ച് നോക്കി. ശാശ്വത മൃഗനെ ആലോചിക്കണോ? ഇപ്പം നമ്മുടെ കൂടെ നമ്മുടെ ഭർത്താവായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, ഉപ്പ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ അത്രയും ബന്ധം ഉണ്ടായിരുന്ന ആളുകൾ, അത്രയും ജീവിതത്തിൽ അടുപ്പിച്ച് ജീവിച്ച ആളുകളാണല്ലോ. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തും ഒരു വേറൊരുത്തുവാണെങ്കിൽ പിന്നെ കാണൂലല്ലോ. പിന്നെ അല്ലല്ലോ ആ ബന്ധം, പിന്നെ എന്തല്ല കാണുന്നില്ല, പിന്നെന്താ അവിടെ കാണാൻ. അതുകൊണ്ടാണ് സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടണേ എന്ന് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിനെയും ഈ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അവ്വലു വാരിദിൻ അലൈക്കും മിനല്ലാഹി ബിഖൈരിൻ ഔ ബിശർ, കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹൈറാണെങ്കിൽ പിന്നെ ശാശ്വതമായ ഹൈറും, ഷർറാണെങ്കിൽ പിന്നെ ശാശ്വതമായ ഷർ. അതായത് സ്വർഗ്ഗമാണെങ്കിൽ അതിൻ്റെ അനുഭൂതികൾ കൊണ്ട് നമുക്ക് അനന്തമായ ജീവിതവും, നരകമാണെങ്കിൽ അതിൻ്റെ അനന്തമായ ജീവിതവും. ഫയാ ഇഖ്വതാ സിറൂ ഇലാ റബ്ബിക്കും സൈറൻ ജമീല, അതുകൊണ്ട് മഹാനവറുകൾ പറയാണ്, നിങ്ങൾ മനോഹരമായ അല്ലാഹുവിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കൂ. ആരെയും കാത്തു നിൽക്കണ്ട, ഓരൊക്കെ വരട്ടെ എന്നുള്ളത് കാത്തു നിൽക്കണ്ട. ഇത്രയും നേരത്തെ, ഇന്നത്തെ ദിവസം ഇപ്പോൾ യാത്ര അല്ലാഹുവിലേക്ക് നല്ല നിലക്ക് പുറപ്പെടാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അത്രയും നേരത്തെ നമുക്ക് അവിടെ എത്താം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായിരിക്കുന്ന റമദാനിൻ്റെ ഓരോ ദിനങ്ങളും ഉപയോഗപ്പെടുത്താനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നന്മകളിലേക്ക് ഉളരി അടുക്കാനുള്ള സമയമായി പരിശുദ്ധമായിരിക്കുന്ന ഈ റമദാനിൻ്റെ ഓരോ ദിനങ്ങളും നമുക്ക് അതിനുള്ള ഒരു വേദിയായി അല്ലാഹു മാറ്റി പെരുമാറാവട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ റമദാനിൻ്റെ ഈ ഒരു നന്മയെ അതിനെ നിലനിർത്തി പോകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ